السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك عليه. ഇന്ന് നമുക്ക് പറയാനുള്ളത് ബാബു തംഈസ് എന്നുള്ള പാഠത്തിലെ അൻഷിത്തകളാണ്. അപ്പോൾ തംഈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത്, ഒരു മുബഹമായ ഒരു അവ്യക്തമായി കിടക്കുന്ന കാര്യത്തെ വിശദീകരിക്കാൻ വേണ്ടി താമായ ഒരു കലാമിന് ശേഷം വരുന്ന മിൻ എന്ന അർത്ഥം, മിൻ എന്നുള്ളതും അതിൻ്റെ കൂടെ കൂടാൻ പറ്റുന്ന ഒരു നെക്കിറയായ ലഫ്ലാണ് തമീസുകൾ. അതെപ്പോഴും നസ്ബായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ തമീസ് വരുന്ന സാഹചര്യങ്ങൾ അളവുകൾക്ക് ശേഷം, അതുപോലെ തന്നെ എണ്ണങ്ങൾക്ക് ശേഷം 11 മുതൽ 99 വരെയുള്ള എണ്ണങ്ങൾക്ക് ശേഷം, അളവുകൾക്ക് ശേഷം, കഫ, ഹസ്ബു എന്നിവയ്ക്ക് ശേഷം എന്നാണ് പറഞ്ഞത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് അനിശ്ചിതകളാണ്. ഇതിൽ ഓരോ അനിശ്ചിതകൾ നോക്കുക. ഒന്നാമത്തെ നുമയ്യിസ് തമ്മീസ ഫീമായത്തി, താഴെയുള്ളതിൽ തമ്മീസായി വന്നത് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കുക ഓരോന്നിലും. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ അർത്ഥം പറയുമ്പോൾ നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് അതിൽ തമ്മീസിനെ വേർതിരിക്കണം. തമ്മീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മുബഹമായി കിടക്കുന്ന ഒരു കാര്യത്തെ വിശദീകരിക്കാനായിരിക്കും തമ്മീസായ ഇസ്മ വരിക എന്നുണ്ട്. അപ്പോൾ അത് നോക്കുക. കഫനുൽ മർഇ ബാദൽ മൗത്തി, മരണപ്പെട്ട ശേഷം ഒരു മനുഷ്യൻ്റെ കഫൻ എന്ന് പറഞ്ഞാൽ എന്താ, കഫംപുട എല്ലാം പറയാറുണ്ടല്ലോ, മരണശേഷം ഒന്നായിട്ട് മൂടുന്നത്. അത് അല്പം മുയങ്ങളാണ്. മുയം എന്നുള്ളത് ഒരളവാണല്ലോ, കൈകൊണ്ട് നമ്മൾ അളക്കാറ്. മുയം ആ മുയങ്ങളാണ്. അപ്പോൾ ഒരു സംശയം ഉണ്ടാവും, എന്തിനാൽ? അതാണ് ഞാൻ പറയുന്നത്, കുമാശൻ, വസ്ത്രത്താൽ, ഓക്കെ, അല്ലെങ്കിൽ ശീലയാൽ എന്താണ്, മുയങ്ങളാണ് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇതിൽ തമീസ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അടയാളപ്പെടുത്തി വെക്കുക. അടുത്തത് ഇന്ത ഊഖിയത്തുൻ ദഹബൻ, നിൻ്റെ അടുത്തുണ്ടോ ഊഖിയത്തുൻ, ഊഖിയകൾ. ഊഖിയ എന്ന് പറഞ്ഞാൽ ഔൺസുകൾക്കാണ് ഊഖിയ എന്ന് പറയട്ടോ. എത്ര ഔൺസുകളുണ്ട്, ആ ഔൺസുകൾക്കാണ് ഊഖിയ എന്ന് പറയാം. ഒരു കണക്കാണ് ഊഖിയത്തിന് എന്നുള്ളത്. അപ്പോൾ സ്വർണത്താൽ നിൻ്റെ അടുത്ത് ഊഖിയകൾ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഊഖിയത്തുൻ എന്ന് പറഞ്ഞാൽ മതി, പക്ഷേ അവിടെ ആ ഒരു മുബഹമായ ഒരു കാര്യം അവിടെ ബാക്കിയാവും. അപ്പോൾ അതുകൊണ്ടാണ് ദഹബൻ എന്നുള്ളത് അതിൻ്റെ ഒപ്പം തന്നെ വന്ന് ഇസ്മ നസ്ബായിട്ട് വന്നത്. ഓക്കെ, അടുത്ത ഫിൽ ഫസിലി ഇഷറൂന ത്വാലിബൻ, ഫിൽ ഫസിലി ക്ലാസ്സിൽ ഇഷറൂന 20 ഉണ്ട്. അപ്പോൾ 20, എന്തിനാലുള്ള 20ആണ്? ത്വാലിബൻ, വിദ്യാർത്ഥികളാൽ ഉള്ള 20 എന്നർത്ഥം. നാലാമത് സിൻലി കീലൻ സുക്കറൻ, സിൻലി പറഞ്ഞാൽ എനിക്ക് അളന്നു തരൂ. സിന്നി അളക്കുക, ലി എനിക്ക്, കീലൻ കിലോ, സുക്കറൻ പഞ്ചസാരയാൽ 1 കിലോ എനിക്ക് അളന്നു തരുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, ഇവിടെ സിൻലി കീലൻ, എനിക്കൊരു കിലോ അളന്നു തരുക, സുക്കറൻ പഞ്ചസാരയാൽ. അപ്പോൾ അളന്നു തരുക കിലോ എന്ന് പറഞ്ഞാൽ തന്നെ സംശയമായി. പിന്നെ ഒരു മുബഹമായി എന്തോ ഒരു എന്താണ് കാര്യം എന്ന് സംശയമായി. അപ്പോൾ അതിനു വേണ്ടിയാണ് സുക്കറൻ എന്ന് പറഞ്ഞത്. അടുത്ത അയ്യുർ റജുലി അഖ്വാ ബഅ്സൻ എന്ന് പറഞ്ഞത്. അയ്യുർ റജുലി, ഏത് മനുഷ്യനാണ്, അഖ്വാ ബഅ്സൻ, നല്ല ധീരതയാൽ ശക്തിയുള്ളത്. ബഅ്സ് എന്ന് പറഞ്ഞാൽ ധീരത, അഖ്വാ എന്ന ശക്തി. അപ്പോൾ ഏറ്റവും ശക്തിയുള്ള, ധീരതയാൽ ഏറ്റവും നല്ല ശക്തിയുള്ള ആൾ ആരാണ്, ഏത് മനുഷ്യനുണ്ട് എന്നർത്ഥത്തിലേക്ക് അവിടെ നോക്കുക. ബഅ്സൻ, ധീരതയാൽ. അടുത്തത് തകദ്ദർതു ഖാതിറൻ, തകദ്ദർതു പറഞ്ഞാൽ ഞാൻ മോശമായി, ഞാൻ വിഷമിച്ചു എന്ന അർത്ഥത്തിലേക്കാണ്. ഖാതിറൻ, ഞാൻ എൻ്റെ മനസ്സിനാൽ വിസമ്മതിച്ചു, എൻ്റെ ഹൃദയത്താൽ വിഷമിച്ചു. തകദ്ദർത്തു, എനിക്ക് വിഷമമായി, എനിക്ക് മോശമായി തോന്നി എന്നൊക്കെ അർത്ഥം. ലിസമാഇ നബഇ, ആ വാർത്ത കേട്ടതിന് എന്ന് പറഞ്ഞാൽ ആ വാർത്ത കേട്ടിട്ട് എൻ്റെ മനസ്സാകെ തളർന്നു പോയി എന്നൊരാശയത്തിനേക്കാണ്. അപ്പോൾ ഇവിടെ ഖാതിറൻ, മനസ്സിനാൽ. അപ്പോൾ ഇവിടെ ഈ ഉദാഹരണങ്ങളിലൊക്കെ ഉള്ള തമീസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ നോട്ടിൽ എഴുതി വെക്കട്ടോ. പിന്നെ അടുത്തത് നംലഉ കുല്ല ഫറായി മിമ്മായ യതിബി തമീസി മുനാസിബിൻ എന്ന് പറഞ്ഞത്. ഇവിടെ എന്തുണ്ട്, കുറച്ച് ഒഴിച്ചിട്ട സ്ഥലങ്ങളുണ്ട്, ഫറാകളുണ്ട്. ആ ഫറാകൾ എന്ത് ചെയ്യണം, യോജിച്ച തമീസ് ചേർത്തിട്ട് പൂരിപ്പിക്കണം. അതാണ് പറയുന്നത്. ലഹറ ഫിൽ ജവ്വി, അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടു. സിത്തത്താശറ എന്ന് പറഞ്ഞാൽ 16. അപ്പോൾ അന്തരീക്ഷത്തിൽ 16 പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. ആ 16 എന്തിനാലുള്ള 16ആണ്? നക്ഷത്രത്താലോ, അതല്ല വിമാനങ്ങളാലോ, അതല്ല പക്ഷികളാലോ, എന്താണ് അന്തരീക്ഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന്. ഓക്കെ,
പിന്നെ 2 അവിടെ ഉണ്ട്. 3 പറയാം. തെംലിക്കു സുആദു, സുആദ് ഉടമപ്പെടുത്തുന്നു മിസ്കാലൻ, മിസ്കാലുകളെ. മിസ്കാൽ എന്നുള്ളത് അളവാണ്. സ്വർണ്ണം വെള്ളിയൊക്കെ പറയാറുണ്ടല്ലോ, മിസ്കാൽ ദഹബ്. അപ്പോൾ സുആദ് ഉടമപ്പെടുത്തുന്നു മിസ്കാലൻ. മിസ്കാൽ എന്ന് പറഞ്ഞാൽ അളവുകൾ, അഥവാ അവർക്ക് അളവുകൾ. മിസ്കാൽ എന്ന് പറഞ്ഞാൽ തൂക്കം, അത്രയും അളവുകൾ ഉടമപ്പെടുത്തുന്നു. എന്തിനാൽ? സ്വർണത്താലോ വെള്ളിയാലോ ചെമ്പിനാലോ ഇനി വേറെ എന്തെങ്കിലും ആയിട്ട്. മിസ്കാലൻ, മിസ്കാലിനെ എന്തെങ്കിലും ഭക്ഷണത്താലോ എന്തെങ്കിലും ആയിട്ട് കേട്ടോ. പിന്നെ അടുത്ത് ഖുതുറുദ്ദായിറത്തി സലാസത അശറ എന്ന് പറയുന്നത്. ഖുതുറുദ്ദായിറ എന്ന് പറഞ്ഞാൽ വൃത്തത്തിൻ്റെ വ്യാസം. സലാസത അശറ 13 അത് എന്തിനാലോ? 13 മീറ്ററിനാലോ അതോ ഇനി ഫർസഖിനാലോ? ഫർസഖ് പറഞ്ഞാൽ ഒരു കോലളവാണല്ലോ. അതല്ല, ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിലും. അപ്പോൾ 13 മീറ്ററിനെന്നോ അല്ലെങ്കിൽ കിലോമീറ്ററെന്നോ എന്തായാലും മൻസൂബാക്കി എഴുതാം. പിന്നെ തസദ്ദഖ ഇസാം, ഇസാം സ്വതക്ക ചെയ്തു. ബി റുസൻ എന്നുണ്ട്. അപ്പോൾ അവിടെ തമീസ് ഉണ്ട്. എന്ത് ചെയ്യണം? അവിടെ നല്ല ബി ഷിരീന റുസൻ അല്ലെങ്കിൽ ബിമി അത്ത റുസൻ എന്നോ എന്തെങ്കിലും ചോദിച്ച് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ബി ഇഷിരീൻ അല്ലെങ്കിൽ ബി തിസ്ഈന റുസൻ എന്നോ എന്തെങ്കിലും ആയിട്ട്. കിലോ എന്ന് അതിന് കൂട്ടി ചേർത്ത് ഒന്നും കൂടി ഷറായി. ഇത്ര കിലോ എന്നുള്ളതിന് കേട്ടോ. കീലൻ എന്നാണ് കിലോക്ക് പറയാം. പിന്നെ ഇഷ്തറത്ത് ഉഖ്തി, എൻ്റെ സഹോദരി വാങ്ങി. മി അത്ത ജിറാമിൻ, ജിറാം എന്ന് പറഞ്ഞാൽ ജിറാം എന്ന് പറഞ്ഞാൽ ഗ്രാം. അപ്പോൾ 100 ഗ്രാം വാങ്ങി എൻ്റെ സഹോദരി. എന്തിനാലാണ് വാങ്ങിയത്? കുരുമുളകോ ഇനി വേറെ എന്തെങ്കിലും സാധനങ്ങൾ, ഫുൽഫുലെന്നോ വേറെ എന്തെങ്കിലും 100 ഗ്രാമൊക്കെ വാങ്ങുന്ന സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതാണ് അവിടെ എഴുതേണ്ടത്. പിന്നെ യക്കീലുൽ ബായോ, യക്കീൽ പറഞ്ഞാൽ അളന്നു കൊടുക്കുന്നു. അൽ ബായോ വിൽപ്പനക്കാരൻ. അൽ മുദ്ദയിന് 2 മുദ്ദുകൾ അളന്നു കൊടുക്കുന്നു. എന്തിനാലുള്ള 2 മുദ്ദുകൾ? അതാണ് അവിടെ എഴുതേണ്ടത് കേട്ടോ. തമ്മീസായിട്ട് അവിടെ എന്താണ്? ഇനി ബുറൻ, അതല്ല ഇനി ഷായിറോ എന്തെങ്കിലും ആയിട്ട് കേട്ടോ. നിങ്ങൾക്ക് പറ്റിയ ഒരു തമ്മീസ് അവിടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അടുത്തത് ലോക്കൽ മദീനു, കടം വാങ്ങിയ ആൾ പ്രയാസപ്പെടുത്തി. അര സയ്യിദ, യജമാനനെ. എന്താ പറയുക? അവിടെ നല്ലൊരു തമീസ് കൊടുത്തിരിക്കണം. അപ്പോൾ ബിദ്ദൈനി എന്നുണ്ട്. അപ്പോൾ മുതാഹിറം ബിദ്ദൈനി, അവൻ പിന്തിക്കുന്നവനായിട്ട് അഥവാ പിന്തിക്കുന്നവനാൽ എന്ത് ചെയ്തു? അവന് ബുദ്ധിമുട്ടിപ്പിച്ചു എന്ന അർത്ഥത്തിലേക്ക്. അടുത്ത ഈ ഖഫലത്തിസലോ, ചരക്കുകൾ താഴ്ന്നു. താഴ്ന്നു പറഞ്ഞാൽ എന്തിനാൽ? വിലയാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഖീമതൻ, വിലയാൽ താഴ്ന്നു. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യുക? മിൻ 20 ഇല 10, 20 നിന്നും 10 എന്നൊക്കെ ചേർത്ത് കൊടുക്കുക. ഖീമതൻ, വിലയാൽ, അതിൻ്റെ മൂല്യത്താൽ താഴ്ന്നു എന്നൊക്കെയാണ് പറയേണ്ടത്, അവിടെ ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. പിന്നെ അടുത്ത വർക്ക്, അടുത്ത കുറച്ച് എന്തുണ്ട്? ഇസ്മുകളുണ്ട്. ആ ഇസ്മുകൾ എന്ത് ചെയ്യണം? ജുംലത്തുൽ മുഫീദിൽ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഇവകൾ എന്തായി വരണം? ഇവകൾ തമ്മീസായി വരണം. നാഫിദത്തൻ, ജലലിനാൽ, അഖലൻ, ബുദ്ധിയാൽ, മിഫ്താഹൻ, താക്കോലിനാൽ അഥവാ ചാവിയാൽ, ഇസ്തിഖാമത്തൻ, നേരെയാവലിനാൽ. ഇസ്തിഖാമത്ത് പറഞ്ഞാൽ ഇത് ഹിദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴി എന്നാണ്. അപ്പോൾ നേരെയായതിനാൽ എന്നർത്ഥം. ഫില്ലത്തൻ, വെള്ളിയാൽ. ദറത്ത് പറഞ്ഞാൽ ഈ അണുക്കൾ, അങ്ങനത്തെ ജന്തുക്കൾക്ക് ദറത്ത് അറിയാം. അതുപോലെ തന്നെ വളരെ കുറച്ച് എന്നർത്ഥത്തിനൊക്കെ, അല്പം എന്നർത്ഥത്തിന് പറയും. ഇത് ദറത്ത് പറഞ്ഞാൽ സന്താനങ്ങൾ, മക്കൾ എന്നും പറയാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു തമീസാക്കി നിങ്ങൾ ഉപയോഗിക്കുക. ഹദീദൻ, ഇരുമ്പ്. അപ്പോൾ ഇരുമ്പിനാൽ എന്നുള്ളത് രൂപത്തിൽ ഒരു ജുംല ഉണ്ടാക്കിയിട്ട് എഴുതുക. അപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്തിട്ട് അയച്ചു തരിക. അസ്സലാമു അലൈക്കും.